എല്ലാവർക്കും ഡേ 2 വാരാഹി പൂജയിലേക്ക് സ്വാഗതം. എനിക്കറിയാം ലാസ്റ്റത്തെ വീഡിയോയ്ക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് ആവശ്യങ്ങൾ സമർപ്പിച്ചിട്ട് പേരും നക്ഷത്രമൊക്കെ സമർപ്പിച്ചിട്ട് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും പൂജയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഡേ 2 പൂജയാണ് നടക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു. കാര്യം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ലേറ്റായി. ഇവിടുത്തെ സമയം അനുസരിച്ചാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ അയക്കുന്നത്. അപ്പം എല്ലാവർക്കും എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് സമയം പോയാലും എൻ്റെ പ്രേക്ഷകർ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോ കാണും എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞാനിത് ഇടുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു നാമജപം വളരെ ശക്തിയേറിയതാണ്. അപ്പം നിങ്ങൾ ജപിക്കുമ്പോൾ അതനുസരിച്ച് തന്നെയായിരിക്കണം നിങ്ങൾ ജപിക്കേണ്ടത്. മനഃശുദ്ധിയോടുകൂടി തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു അത്ഭുതകരമായ ഒരു മന്ത്രമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ഐശ്വര്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നല്ല രീതിയിൽ വരാനും ദുശ്ചിന്തകളൊക്കെ അകറ്റി നല്ല ചിന്തകൾ വന്നു ചേരുവാനും സന്താനാലബ്ധി ഉണ്ടാവാനും അങ്ങനെ ഒട്ടനവധി നമ്മൾ പ്രതീക്ഷിക്കാത്ത തന്നെ പല കാര്യങ്ങളും വന്നു ചേരുവാനായിട്ട് നല്ല കാര്യങ്ങൾ വന്നു ചേരുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ ശുദ്ധിയോടുകൂടി തന്നെയായിരിക്കണം ഈ ഒരു മന്ത്രം ജപിക്കാനുള്ളത്. അതുകൂടാതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പലരും ചോദിക്കും ഈ ഒരു മന്ത്രം ജപിച്ച് എങ്ങനെയെങ്കിലും ജപിച്ചാൽ മതിയല്ലോ. അങ്ങനെയല്ല. ഫസ്റ്റ് നമ്മൾ ഏത് പ്രാർത്ഥനയായാലും ഇത് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, ഏത് പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ എല്ലാ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മളിലെ വിശ്വാസവും കാര്യങ്ങളും ഒക്കെ വേണം. അതല്ലാതെ ചുമ്മാ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്താ പറയുക തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു ടെമ്പററി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് വെറുതെ നിങ്ങളത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതകാലം നമ്മൾ മരിക്കുന്നവരെ ഉണ്ടാവണം. ഓക്കെ. അപ്പം ഇപ്പം നമ്മളെപ്പോഴും പല കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അതായത് നമ്മുടെ ലൈഫിൽ വന്ന് ചേരുന്നത് എപ്പോഴും നല്ല കാര്യങ്ങളായിരിക്കണം എന്നില്ല. ചെറിയ അപ്സ് ആൻഡ് ഡൗൺസ്, അതായത് നമുക്ക് ഒരു ലൈഫാകുമ്പോൾ ഒരു കയറ്റമൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഫ്ലോ ആയിരിക്കുമല്ലോ. അപ്പം അതായത് നമ്മൾ ഏത് രീതിയിൽ പോയിട്ടുണ്ടെങ്കിലും ലൈഫിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ കൂടെ ദൈവമുണ്ട്. നമ്മൾ നല്ല പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലാണ് ചിന്തിച്ച് പോകുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ എത്തിച്ചേരാൻ പറ്റും. പക്ഷേ അതിന് നമ്മുടെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അതുപോലെ തന്നെ എന്താ പറയുക ദൈവാനുഗ്രഹം നമ്മളിലും ചേരണം. ഇവരൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സ്ഥാനമുള്ളത് ഞാൻ പറയാം, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരണമെങ്കിൽ നല്ല ചിന്തകൾ, നല്ല പ്രവൃത്തി, മനഃശുദ്ധി, ഇത് മൂന്നും ആവശ്യമാണ്. ഇതിപ്പോൾ ഞാൻ തള്ളു പറയുന്ന കാര്യമൊന്നുമില്ല. കാര്യമായ കാര്യങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് പറയുകയാണ്. ഓക്കെ. എന്നിട്ട് ഒരുപാട് നല്ലതാവാനും പോകരുത്. കാര്യം നമ്മളെ മുന്നിൽ മോശമായിട്ടുള്ള പ്രവൃത്തികൾ വരുന്നത് നമ്മളത് എന്നെ എഗൻസ്റ്റ് പറയേണ്ട കാര്യമാണെങ്കിൽ പറയണം, തിരിച്ച് അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യണം. അതൊക്കെ. ബട്ട് എന്നാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും എക്സ്ട്രാ ഞാൻ വലിച്ച് ഇതാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ എപ്പോഴും നല്ല ചിന്തകൾ മാത്രമേ പാടുള്ളൂ. നല്ല പ്രവൃത്തി, നല്ല രീതിയിൽ മനഃശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുക. ഓക്കെ. പിന്നെ പീരീഡ്സ് ആകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുമോ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുകയാണ്, പീരീഡ്സ് ആകുമ്പം ഒരു മന്ത്രം ഉരുവിടുന്നതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ പൂജകളിൽ ഏർപ്പെടില്ല, ഉറപ്പായിട്ടും അത് പാടില്ല. അത്രയാണ് മെയിനായിട്ടും എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം. പിന്നെ കുട്ടികളുടെ ആ ഒരു ബുദ്ധിപരമായ കാര്യങ്ങൾ, അതായത് വാശിയൊക്കെ ചില കുട്ടികൾക്ക് ഭയങ്കര വാശിയായിരിക്കും. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല ചിന്തകളോടെ വരുവാനും എല്ലാവർക്കും ലൈക്ക് റെസ്പെക്റ്റ് കൊടുക്കുവാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു ചെയ്യുവാൻ സ്വഭാവത്തിന് നല്ലൊരു ചേഞ്ച് വരാനായിട്ടും ഹെൽപ്പ് ചെയ്യും. നല്ലൊരു പ്രാർത്ഥനയാണ്, വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ്. അതങ്ങനെ തന്നെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് മന്ത്രം ചൊല്ലേണ്ടതെന്ന് പറയാം. ഓം വാരാഹി നമഃ, 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 ഓം വാരാഹി
ഓം വാരാഹി നമഃ. ഓം വാരാഹി നമഃ. ഓം വാരാഹി നമഃ. ഓം വാരാഹി